വിലപേശാൻ അഥവാ ബാർഗെയിൻ ചെയ്യാൻ നമ്മളെക്കാൾ മിടുക്കൊരു ലോകത്ത് ആരുമില്ല. എന്നാൽ കോടതികളിലും മറ്റും ചെന്ന് വിലപേശാൻ കഴിയുമെന്ന് കേട്ടാൽ ഞെട്ടരുത്, വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. 2005 ക്രിമിനൽ ലോ അമെൻമെൻറ്റിലൂടെയാണ് പ്ലീ ബാർഗെയിനിങ് നമ്മളുടെ ക്രിമിനൽ നിയമവ്യവസ്ഥയുടെ ഭാഗമാവുന്നത്. പ്ലീ എന്ന് പറഞ്ഞാൽ ഒരു റിക്വസ്റ്റ് അഥവാ അഭ്യർത്ഥനയെന്നും ബാർഗെയിനിങ് എന്ന് പറഞ്ഞാൽ വിശാലമായ അർത്ഥത്തിൽ നെഗോഷിയേഷൻ അഥവാ കൂടിയാലോചന എന്നുമാണ് അർത്ഥമാക്കുന്നത്. CRPC സെക്ഷൻ 265A മുതൽ 265L വരെയാണ് പ്ലീ ബാർഗെയിനിങ്ങിനെ കുറിച്ച് പറയുന്നത്. വധശിക്ഷയോ ജീവപര്യന്തം തടവ് ശിക്ഷയോ ലഭിക്കുന്ന കേസുകളിലോ 7 വർഷത്തിൽ കൂടുതൽ ശിക്ഷ ലഭിക്കുന്ന കേസുകളിലോ സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള കേസുകളിലോ രാജ്യത്തിനെതിരെയുള്ള സാമൂഹിക സാമ്പത്തിക കേസുകളിലോ സ്ഥിരം കുറ്റവാളികൾ ആണെങ്കിലോ പ്ലീ ബാർഗെയിനിങ്ങിൻ്റെ ആനുകൂല്യം നമുക്ക് ലഭിക്കുന്നതല്ല. ഈ നിയമപ്രകാരം പ്ലീ ബാർഗെയിൻ ചെയ്യാനുള്ള പ്രതിയുടെ അപേക്ഷ കോടതിക്ക് ലഭിച്ചാൽ കോടതി പ്രോസിക്യൂട്ടർക്കും വാദിക്കും നോട്ടീസ് നൽകി ഒത്തുതീർപ്പ് ഫോർമുല വർക്കൗട്ട് ചെയ്യുന്നതിന് വേണ്ടി ഒരു തീയതി നിശ്ചയിച്ച് ആ ദിവസം കോമ്പൻസേഷൻ അഥവാ നഷ്ടപരിഹാരം എത്രയെന്ന് പ്രതികൾ തമ്മിൽ ചർച്ച ചെയ്ത് ഒരു ധാരണയിലെത്തിയാൽ ആ റിപ്പോർട്ട് പ്രകാരം പ്രതി വാദിക്ക് നഷ്ടപരിഹാരം നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രതിയുടെ ശിക്ഷ ഇളവ് ചെയ്ത് പ്രതിയെ നല്ല നടപ്പിന് വെറുതെ വിടാൻ കോടതികൾക്ക് അധികാരമുണ്ട്. സ്ഥിരം കുറ്റവാളികളല്ലെങ്കിൽ ചെറിയ മോഷണ കുറ്റങ്ങൾക്കും ചീറ്റിംഗ് കേസുകളിലും അതേപോലെ അടിപിടി കേസുകളിലുമെല്ലാം പ്ലീ ബാർഗെയിൻ ചെയ്യാൻ കഴിയുന്നതുമാണ്. ഇത് പലർക്കും ഒരു പുതിയ അറിവ് തന്നെയാണ്. സോ ഷെയർ ഇറ്റ് മാക്സ്.